ഓൾറൈറ്റ്, നമ്മുടെ എക്സ്റ്ററിൻ്റെ തേർഡ് വേരിയൻ്റ് SX എന്ന് പറയുന്ന വേരിയൻ്റായിരുന്നു നമ്മുടെ ഇവിടെ ഉള്ളത്. SX വേരിയൻറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് റൗണ്ട് അബൌട്ട് ഒരു വാക്കിലൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് കഴിഞ്ഞാൽ സ്റ്റൈലിങ്ങിൽ SX ഓപ്ഷനും SX ഓപ്ഷൻ കണക്റ്റ് ഈ 3 വേരിയൻസിലും ഫ്രണ്ട് സ്റ്റൈലിംഗ് എക്സാക്ട്ലി സെയിമാണ് വരുന്നത്. അത് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സ്, അത് മറ്റേ താഴത്തെ 2 വേരിയൻറ്റിലും ഹാലജൻ ആയിരുന്നു. ഇത് തൊട്ട് മുകളിലോട്ട് 2 വേരിയൻസിലും അത് പ്രൊജക്റ്റഡ് തന്നെ. അതൊരു മെയിൻ ഒരു അട്രാക്റ്റീവ് പാർട്ടാണ് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ സ്കിഡ് പ്ലേറ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടു, മറ്റു വണ്ടികളിൽ കണ്ടു. ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് എച്ച് ഷേപ്ഡ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഹ്യുണ്ടായുടെ ഗ്രില്ല് X എന്നുള്ള ബാഡ്ജിങ്, ഗ്ലോസി ബ്ലാക്ക്, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഫ്രണ്ട് ഗ്രിൽസ് കാണാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടയർ സൈസ് നോക്കിയാൽ അറിയാൻ പറ്റും. 15 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. 15 ഇഞ്ച് സ്റ്റൈൽഡ് സ്റ്റീൽ വീലോട് കൂടി വീൽസാണ് വരുന്നത്. മറ്റേ നമ്മളിതിൻ്റെ തൊട്ട് താഴത്തെ വണ്ടിയിൽ കണ്ടത് 14 ഇഞ്ച് വീൽ ക്യാപ്സ് ആയിരുന്നെങ്കിൽ ഇതിൽ സ്റ്റൈൽഡ് സ്റ്റീൽ വീലാണ്. ഇത് സൗണ്ട് കേട്ട് അറിയത് നമുക്ക് ഫൈബർ ക്യാപ്സ് ആണ്, പക്ഷേ അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വന്നിട്ട് അലോയോട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ സെയിം രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇത് മാനുവൽ വേർഷനാണ്. ഇതിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടൊരു ORVMൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ഇത് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ്, അഡ്ജസ്റ്റബിൾ ആണ്. അതേപോലെ ബോഡി കളർ ഡോർ ഹാൻഡിൽസ്, മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ റൂഫ് റെയിൽസ്. ഏറ്റവും വലിയ ഫങ്ഷണൽ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ സൺറൂഫ് വരുന്നുണ്ട്, നമുക്ക് ഉള്ളിൽ നിന്ന് കാണാതെ. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നത് ഈ മോഡലിൽ, ഷാർക്ക് ഫിൻ ആൻറ്റിന. അതേപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടൊരു സ്പോയിലറും വരുന്നുണ്ട്. ഇതെല്ലാം വണ്ടിയിൽ ഇൻബിൽറ്റ് വരുന്നതാണ് SX വേരിയൻറ്റിൽ. റിയർ ഡീഫോഗേഴ്സും സ്റ്റാൻഡേർഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞായിരുന്നു. എല്ലാ വേരിയൻറ്റിലും ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ബാക്കിൽ സെയിം തന്നെ. എച്ച് ഷേപ്ഡ് ടെയിൽ ലാംപ്സ് അത് സെയിം തന്നെയാണ്. സ്റ്റീൽ പ്ലേറ്റ്സ് ബാക്കിൽ സെയിം തന്നെ വരുന്നത്. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സീറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് സൈഡ് പ്രൊഫൈൽ ആദ്യം നോക്കിയാൽ നമ്മുടെ ഡോറിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഡോറും പവർ വിൻഡോസാണ് വരുന്നത്. അതേപോലെ നമുക്ക് ലോക്ക് അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക് ഫോൾഡിങ്ങിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇൻറ്റേർണൽ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു ഓൾറെഡി. ഓക്കെ, ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോളും സ്റ്റെബിലിറ്റി കൺട്രോളിൻ്റെ എല്ലാം ബട്ടൺ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ടിൽറ്റബിൾ ആണ്. സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ് കൂടാതെ ഇതിൽ ക്രൂസ് കൺട്രോൾ ഓപ്ഷനും വരുന്നുണ്ട്. ഓക്കെ, ക്രൂസ് കൺട്രോൾ നമുക്ക് താഴത്തെ വേരിയൻറ്റിലില്ലായിരുന്നു, അതിൽ വരുന്നുണ്ട്. ഇതിലും നമുക്ക് നോർമൽ കീസ് തന്നെ വരുന്നത്, ഫ്ലിപ്പ് കീയാണ് വരുന്നത്. നെക്സ്റ്റ് മോഡലോട്ടാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ മാനുവൽ 5 സ്പീഡാണ് ഗിയർ ബോക്സ്. ഇതിൽ തീം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബ്ലാക്ക് വിത്ത് ഒരു അസെൻറ്റ് വന്നിട്ട് ഒരു സിൽവർ കളർ അസെൻറ്റാണ്, ഒരു ബ്രഷ്ഡ് അലൂമിനിയം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അസെൻറ്റാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാര്യം ഈ വണ്ടി നമ്മുടെ സ്റ്റാറി നൈറ്റ് കളറിൽ വരുന്ന ഇൻറ്റീരിയർ ഇതാണ് വരുന്നത്. ഞാൻ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട്. അതായത് എക്സ്റ്റീരിയർ കളറിനെ ബേസ് ചെയ്താണ് ഇൻറ്റീരിയർ കളർ ചൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ അതിൽ സ്റ്റാറി നൈറ്റിൽ സിൽവർ വിത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ ഇൻറ്റീരിയറാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. AC ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക്കിൽ നമുക്ക് അറിയാം, ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി നമുക്ക് അനുയോജ്യമായ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്പീഡിനെ വേരി ചെയ്ത് കൺട്രോൾ ചെയ്തോളും. അതേപോലെ തന്നെ മിറർ ഡിമ്മിങ് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് ഇങ്ങനെ വരുന്നത്. ഇതിൽ ബ്ലൈൻഡ്സ് മാനുവലാണ്, അതേപോലെ ഇലക്ട്രിക് കൺട്രോൾസും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുമ്പോഴത്തേനും ഇതിൽ സിസ്റ്റം വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ സെയിം സിസ്റ്റം തന്നെ. 8 ഇഞ്ചിൻ്റെ ആർക്കമീസിൻ്റെ സൗണ്ട് സിസ്റ്റം, മോബീസിൻ്റെ തന്നെ അതായത് നമ്മുടെ ബ്രാൻഡ് തന്നെ ഉള്ളൊരു സംഭവം തന്നെയാണ്. അതിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇൻബിൽറ്റ് TPMS, ടയർ പ്രഷർ മോണിറ്ററിങ്, TPMS എല്ലാം സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ തൊട്ട് നമ്മൾ നേരത്തെ കണ്ട വേരിയൻറ്റിലും Sലും TPMS ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഹെഡ് ലാമ്പ്സിൻ്റെ സ്വിച്ചസ് ഈ സൈഡിൽ, 5 പോയിൻ്റ് ഈ സൈഡിലാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ ബാക്കിലേയും കൂടെ ഒന്ന് കാണിച്ചേക്കാം. ബാക്കിൽ വരുമ്പോഴത്തേനും ബാക്ക് സീറ്റിലും അപ്പം നമുക്ക്
റിയർ AC വെൻറ്റ്സ് വരുന്നുണ്ട്. അതേപോലെ നടുക്കൊരു ലാമ്പ് വരുന്നുണ്ട്. ഇതിന് നമുക്ക് എന്താണ് മൈക്ക് ടോപ്പിലാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് സൈഡ് വൈസിൽ കാണാം. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് വരുത്തുന്നത്. 3 point സീറ്റ് ബെൽറ്റ്സ് സ്റ്റാൻഡേർഡാണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ നമുക്ക് ആംബ്യൂൾഡ് ഇഷ്ടംപോലെ ലെഗ് റൂം വരുന്നുണ്ട്. ഈ ഒരു മോഡലിൽ ഞാൻ ഓൾമോസ്റ്റ് 6 feet ആണ്. എനിക്ക് ഇത്രയും ലെഗ് റൂം കിട്ടുന്നൊരു വെഹിക്കിൾ ഈ ഹ്യുണ്ടായുടെ ഇപ്പം നിലവിലുള്ള എക്സ്റ്റർ ആണെന്ന് വേണേൽ ഞാൻ പറയാൻ കാര്യം. അപ്പോൾ വെന്യൂവിനേക്കാളിലും കൂടുതൽ നമുക്കൊരു സ്പേഷ്യസ് ആയിട്ട് തോന്നുന്ന ഒരു ഇൻറ്റീരിയറാണ് ഇതിന്. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതിൽ വരുന്നുണ്ട്. എക്സ്റ്ററിൻ്റെ എന്തെങ്കിലും സംബന്ധമായ എക്സ്റ്റർ എന്നല്ല, ഹ്യുണ്ടായുടെ ഏത് വെഹിക്കിളിനും എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അറിവുകളോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. വെഹിക്കിളിൻ്റെ സെയിൽസും കാര്യങ്ങൾക്കായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ SS Hyundai തിരുവല്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.